എന്നെ എന്റെ വീട്ടുകാർ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചിട്ടുള്ളൂ പണ്ട്. അതായത് അവര് പഠിക്കുക പഠിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് തന്നെ പോയി. എനിക്ക് ക്ലേ മോഡലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉം. പക്ഷേ ആ ഈ പഠിക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് എല്ലാം ആ, മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ അച്ഛനെ കാണാതെ തന്നെ ക്ലേ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉം. ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വരയ്ക്കുന്നതെല്ലാം വീട്ടുകാർ കാണാതെയാണ് ചെയ്യുന്നത്. പക്ഷെ പഠിക്കുന്ന ടൈമിലായതുകൊണ്ട് അവര് സമ്മതിച്ചിട്ടില്ല. പിന്നെ അതങ്ങ് പോയി. ഉം. എന്തായാലും ഇതൊരു നല്ല തുടക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അഭിലാഷിന്റെ പോലെ ഒരുപാട് പേര് ജോലിയൊക്കെ ചെയ്ത് ജോലിയുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ജോലി നിർത്തിയിട്ട് ആർട്ടിനോട് പാഷനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ കൂടുതൽ പേര് റിട്ടയർഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ആ ഇപ്പോൾ അഭിലാഷിന്റെ അതാണ് ഒരു എന്നെ എക്സ്പീരിയൻസിൽ എന്താ പറയാനുള്ളത്? ഇവിടെ പറയാനുള്ളത്. പാഷൻ ഫോളോ ചെയ്യുക, അതൊന്നും മാറ്റി നാളത്തേക്കൊന്നും മാറ്റി വയ്ക്കാതിരിക്കുക എന്ന് തന്നെ പറയാനുള്ളത്. മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഒരിക്കലും ഒരു ആ, നഷ്ടം ഉണ്ടായി എന്ന് ഒരിക്കലും ചിന്ത വരത്തില്ല നമുക്ക്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേട് നമുക്ക് ഇതിൽ വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കും. അതായത് നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ മീറ്റിങ്ങും വീക്ക്ലി മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അവരൊരിക്കലും ഇത് മിസ് ചെയ്യാൻ നോക്കത്തില്ല. ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് സാറിന്റെ പോസിറ്റീവ് എനർജി ഉണ്ട് സാറിന്റെ സൈഡിൽ നിന്ന്. നമസ്കാരം. നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി നിന്നുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് എന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ പേര്. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചിത്രകലയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അഭിലാഷ് ഉണ്ട്. അപ്പോൾ അഭിലാഷ് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ചിത്രകലയിൽ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കുറേ ടാസ്കുകളെല്ലാം സ്റ്റുഡൻസിന് കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്ത ടാസ്കിൽ ഏറ്റവും ആദ്യത്തെ റിവാർഡ് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു റിവാർഡാണ്. അത് കരസ്ഥമാക്കിയിട്ടാണ് അഭിലാഷ് വന്നിരിക്കുന്നത്. അതായത് ചിത്രകലയിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു. അങ്ങനെ കുറേ ടാസ്കുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു സാർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എനിക്ക് അറിയാനുള്ളത് ഫുൾ നെയിം എന്താണ്, അതുപോലെ തന്നെ എവിടെ നിന്ന് വരുന്ന, എന്ത് ജോലി ചെയ്യുന്ന, വീട്ടിൽ ആരൊക്കെയുണ്ട്, കൂടാതെ ചിത്രകല എപ്പോ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ നാട്ടിൽ കൊല്ലത്താണ്. ഇപ്പൊ അബുദാബിയിലാണ്. പേര് അഭിലാഷ് അഭിലാഷ് MG. ചിത്രകല കൊച്ചിലോട്ട് വരയ്ക്കുമായിരുന്നു ചെറുതായിട്ടൊക്കെ. പഠിക്കുന്ന സമയത്ത് സൈഡ് ബിസിനസ് പോലെ ചെയ്യായിരുന്നു പഠിക്കുന്ന ടൈമിൽ. പിന്നെ റെക്കോർഡൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നീട് പിന്നെ അത് ടച്ചൊക്കെ വിട്ട് അങ്ങനെ പോയി. പിന്നെ ഫേസ്ബുക്ക് വഴി സാറിന്റെ ഇത് കണ്ട് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് വളരെ അത്ഭുതമായിരുന്നു. എനിക്ക് തന്നെ ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. ഇത്രയും എന്ത് നന്നായിട്ടൊന്നും എനിക്ക് തന്നെ ടെക്നിക്കലി ഒന്നും അറിയത്തില്ലായിരുന്നു. എന്ത് ജോബ് ചെയ്യുന്നെന്ന് പറഞ്ഞ്? ജസ്റ്റ് വരയ്ക്കും ജോലി. എന്നല്ലാതെ. ആ ആ ജോബ് ഇപ്പം ഞാൻ ജോബൊന്നും ചെയ്യുന്നില്ല. ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു, ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 5 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഉം. ഒരു മോളുണ്ട്. അപ്പം വൈഫിന് ഇവിടെ ജോലി കിട്ടി. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്, അബുദാബിയില്. അപ്പോൾ വൈഫിനും അങ്ങനെ ഫാമിലി പിരിഞ്ഞിരിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങ് പോരുന്നത് മോളുമായിട്ട്. ഇപ്പൊ മോളുണ്ട്. അപ്പൊ മോളെ സ്കൂളിലാക്കിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ജോബ് നോക്കാന്ന് വെച്ചിരിക്കുന്നു. ഉം. ഇത് തന്നെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോയാലൊന്ന് നോക്കുകയാണ്. ഉം. Yes, ഞാൻ എന്തായാലും ആർട്ട് വർക്ക് ഒന്ന് നോക്കാം നമുക്ക്. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓക്കെ. ആദ്യമായിട്ട് വരച്ചല്ലേ ജോയിൻ ചെയ്തതിന് ശേഷം? ആ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് വരച്ചു. ഉം. ഞാൻ ഈ കുറച്ച് നേരം മുമ്പ് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പ് ഞാൻ നോർമലി സ്റ്റുഡൻസിൻ്റെ ഇതുപോലെ റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ മീറ്റിങ്ങിൽ കയറാറുള്ളത്. ഇപ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ദിവസത്തിൻ്റെ അകം തന്നെ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഡ്രോയിങ്ങിൽ. പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റുഡൻസിന് വരുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന ഒരു അസൈൻമെൻ്റ് ആണ് ഈ ഒരു ചിത്രം. ഇപ്പൊ ഇത് ആ വരച്ച ആ, സമയത്ത് നമുക്ക് കുറച്ച് അതെ. ഷേപ്പിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലിപ്പ് കുറച്ച് കൂടുതൽ വലുതായി പോവുക, പിന്നെ ഈ മെഷർമെന്റ്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കുറച്ച് മാസങ്ങൾക്കകം തന്നെ ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്
അതിനുശേഷം നമ്മുടെ ഇത് ഈ ഒരു കോയിൻ വരയ്ക്കുമ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് ആക്ച്വലി ഷെയ്ഡിങ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ആലോചിച്ച് നോക്ക്, നമ്മൾ അത് ഇല്ല. പഠിപ്പിക്കാതെ തന്നെ ഈ ഒരു ലെവലെത്തിയപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റി. അതിൻ്റെ ഷെയ്ഡിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറെ യെസ്. കൂടി നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. പിന്നെ പോർട്രേറ്റിലോട്ടും നേരത്തെ വരച്ച സമയത്ത് വലിയ ഷേപ്പ് ഡിഫറൻസുകൾ നമുക്ക് ഉള്ള സമയത്ത് ഇപ്പോൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഫേസ് കട്ട് ഏകദേശം കറക്റ്റാക്കി വരാനും ഈ ഒരു ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സാധിച്ചു. ഇപ്പം എന്ത് തോന്നുന്നു ഈ ഒരു ജേണിനെ കുറിച്ചിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതാ വണ്ടർഫുൾ ആണ്. ഞാൻ തന്നെ വണ്ടറടിച്ചിരിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് എനിക്ക് ഇനിയും ഒരുപാട് ടെക്നിക്കലി ഒന്നും നമുക്ക് അറിയത്തില്ല. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്തായാലും. ഇപ്പൊ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിച്ചിട്ടുണ്ട് കുറെ പഠിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് റിസൾട്ട് വരും. കാരണം ഇപ്പോൾ ബേസിക് എല്ലാം നമ്മൾ കവർ ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരും. എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, പോർട്രേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, റെഫറൻസ് പിക്ചർ കളർ നോക്കി വരയ്ക്കുന്നതിന് പകരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് നോക്കി വരച്ചോളൂ. ആ, ഓക്കെ. അപ്പം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഇവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ നമ്മൾ പ്യുവർ വൈറ്റ് ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എല്ലാ സ്ഥലത്തും ഷെയ്ഡ് ഉണ്ടാവും. വൈറ്റ് മിക്കവാറും ഈ മൂക്കിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ അകത്ത് അവിടേക്ക് ആയിരിക്കും വൈറ്റ്, പ്യുവർ വൈറ്റ് വരുന്നുണ്ടായിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഓ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓ. ആക്കി ഞാൻ കാണിച്ചു തരണത്. എന്തായാലും ആ. കാണിച്ചു തരാം, ആ. അത് സമയം ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു ലെവലിൽ ഇപ്പം എത്തി, ഒരാളുടെ ഫോട്ടോ നോക്കി ഏകദേശം ഫേസ് കട്ട് മാച്ച് ആവുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ സ്റ്റക്കായി പോകരുത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഇങ്ങനത്തെ തന്നെ ആ. ഇനി മുന്നോട്ട് വരച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. നമുക്ക് പിന്നീട് അങ്ങോട്ട് അടുത്ത ലെവലിലോട്ട് കടക്കാൻ പറ്റില്ല. അപ്പം അടുത്ത ലെവലിലോട്ട് കടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ഞാൻ ഫോട്ടോ ഒന്ന് വലുതാക്കി എടുക്കാൻ പറ്റും ഓക്കെ. നോക്കട്ടോ. ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന ആ, സമയത്ത് നമുക്ക് ഇതല്ലേ. കുറേ കാര്യങ്ങൾ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ഒരു ടോൺ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ? കണ്ണിന്റെ ആ, താഴെ ഒരു ടോൺ യെസ്. വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്, വർക്ക് ചെയ്യാനുള്ളത്, ഷെയ്ഡ് ചെയ്യാനുള്ളത്. ഇപ്പം നമുക്ക് ടെക്നിക്കലി നമുക്ക് ഇഷ്യൂസ് ഇല്ല, ടെക്നിക്കൽ സ്കില്ല് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇതേപോലെ ഒബ്സർവേഷൻ സ്കില്ലാണ്. എവിടെയൊക്കെയാണോ ഷെയ്ഡ് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാൻ പറ്റണം. അതിനനുസരിച്ച് ഈ നെറ്റിയുടെ ഇവിടെ ഓ. കണ്ടോ, നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, നെറ്റിയുടെ ഇവിടെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അതൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഞാൻ ചുമ്മാ യെസ്. ഡിജിറ്റലി കാണിക്കുന്നുള്ളൂ കേട്ടോ, കറക്റ്റ് അല്ല. ആ, ഓക്കെ. അപ്പോൾ ഇവിടെ പിന്നെ ഇന്ന് ഹൈലൈറ്റ് എവിടെയാന്ന് നോക്കാം, അതായത് പ്യുവർ വൈറ്റ് എവിടെയാന്ന് നോക്കാം. മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ റഫായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പ്യുവർ വൈറ്റ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നില്ലെങ്കിൽ വൈറ്റ് ഒഴിച്ചിടാം, അല്ലെങ്കിൽ ഇറേസ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് വൈറ്റ് കളർ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മൂക്കിൻ്റെ ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറേസ് ചെയ്തെടുക്കണ്ടോ, ആ, അപ്പോൾ ചുറ്റും യെസ്. ആ ഡാർക്ക് കളർ, ചുറ്റും ആ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ വന്നിട്ട് അതിന് മുകളിൽ ഹൈലൈറ്റ് വരുമ്പോഴാണ് ആ ഒരു 3D ഫീൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. അതായത് യെസ്. നമുക്ക് ഇനി ഒന്നും അങ്ങോട്ട് പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യാനും അല്ല ഉള്ളത്. നമുക്കൊന്ന് ഇനി വരയ്ക്കുന്ന ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഇരുന്ന് അടുത്ത ചിത്രം വരയ്ക്കുന്നതിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. അത്ര ഈസിയാണ് കാര്യം. വളരെ ഷെയ്ഡൊക്കെ ചെയ്യാനൊക്കെ അറിയാലോ, ഹാൻഡ് ഓ. വരച്ച് നല്ല രീതിയിൽ ഷെയ്ഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ, അപ്പോൾ യെസ്. ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആക്കുക. ഓരോ ഭാഗവും നോക്കുക. ആ ഭാഗം ഇപ്പോൾ ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ പേപ്പറിൽ ഓക്കെ. അതേപോലെ തന്നെ ടോൺ വരുന്നുണ്ടോ, ടോൺ വരുന്നില്ലെങ്കിൽ ആ ഒരു രീതിയിലാവുന്ന വരെ ലെയർ ബൈ ലെയർ ചെയ്ത് ആ ടോണിലോട്ട് കൊണ്ടുവരണം. ഇനി താടിയുടെ ഓക്കെ. കാര്യത്തിലാണെങ്കിലും, താടി ഇപ്പോൾ ഇവിടെ ഒക്കെ ഒരു ഡാർക്ക് ഗ്രേ ആണെങ്കിൽ ചെയ്ത് ഡാർക്ക് ഗ്രേയിലോട്ട് കയറണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമുക്ക് കുറെ ഓക്കെ. കൂടി പ്രൊഫഷണൽ അപ്പൊ ഈ രീതിയിലോട്ട് ഇമ്പ്രൂവ്മെന്റ് വരും. ചോദിച്ചോ. ഓക്കെ, ഹെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഷെയ്ഡിങ് ഫസ്റ്റ് ഒരു ലെയർ കൊടുക്കണോ, എന്നിട്ടാണോ ഹെയർ വരയ്ക്കേണ്ടത്? അതായത് ഇപ്പൊ ഈ ഒരു ചിത്രം കണ്ടില്ല, ഇപ്പൊ നമ്മൾ വരച്ചെത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതൊരു സ്റ്റെപ്പ് 1 ആയിട്ട് കണ്ടാൽ മതി. ഇതിന്റെ അകത്ത് നമുക്ക് ഇതിന്റെ മുകളിലൂടെ സെയിം മെത്തേഡിൽ തന്നെ ഹെയറിൽ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്കായി കിട്ടും. സെയിം പോലെ തന്നെ വീണ്ടും 2-3 ലെയർ കൊടുത്താൽ മതി. ഓക്കെ. അത് കൊടുക്കുമ്പോഴും സെയിം ഓക്കെ. മെത്തേഡ് തന്നെയാണ്. എവിടേക്കാണോ ഷാഡോ ഉള്ളത് അവിടെ കൂടുതൽ ഷെയ്ഡ് കൊടുക്കുക, എവിടേക്കാണോ ലൈറ്റ് ഉള്ളത് അവിടെ കുറവ് ഷെയ്ഡ് കണ്ടോ. ഇപ്പൊ ഇങ്ങനെ മുടി വളഞ്ഞിരിക്കുന്നതും ആ. ആ ഒരു മെത്തേഡ് കിട്ടും. ഈസിയാണ്. ഇവിടെ നമ്മൾ ടൂള് മാറ്റുന്നില്ല, ഒന്നും മാറ്റുന്നില്ല, ഓക്കെ. മെത്തേഡ് സെയിം തന്നെയാണ്. പക്ഷേ 2-3 ലെയർ എക്സ്ട്രാ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
എന്നിട്ട് അതിൽ ഓക്കെ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ടൂൾ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർക്കോൾ പെൻസിലൊക്കെ ഞാൻ പറയാം എന്തായാലും, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ചെയ്യുമ്പോൾ ചാർക്കോൾ പെൻസിലൊക്കെ ഓക്കെ. യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കിട്ടും. ഇപ്പോൾ ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇത് പ്രോപ്പർ ബ്ലാക്ക് അല്ല, ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്തരത്തിൽ ബ്ലാക്ക് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിലിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ബ്ലാക്ക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യേണ്ടി ഓക്കെ. വരും. അത് ഇപ്പം എടുക്കണ്ട, നമുക്ക് ആ ഒരു ലെവൽ അച്ചീവ് ചെയ്തിട്ട് എടുക്കണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ. മനസ്സിലായോ? ഇത് മനസ്സിലായി. മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ മാറ്റി വയ്ക്കേണ്ട, അടുത്തൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്തോ. പിന്നെ കുറേ ടൈം എടുക്കുക വരയ്ക്കുമ്പോൾ, പെട്ടെന്ന് തീർക്കണ്ട. ആ. നമ്മുടെ ചിത്രം റെഫറൻസ് പിക്ചർ ആയിട്ട് മാച്ച് ആവുന്ന അത്ര വരെ വരച്ചുകൊണ്ടിരിക്കും. ഓക്കെ. എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന്. കമ്മീഷൻ വർക്ക് എടുക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ. ഇത് പെട്ടെന്ന് ചെയ്തേ അത്. കുഴപ്പമില്ല. എനിക്ക് പോർട്രേറ്റ് മാത്രം എടുക്കുന്ന സമയത്ത്, ഞാൻ പോർട്രേറ്റ് മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയ സമയത്ത് ഫേസിൽ ഷെയ്ഡ് ചെയ്യാൻ ഒരു ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ എനിക്ക് തോന്നി. അത് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ആ. ഇതിലാണെങ്കിലും ബാക്കിയെല്ലാം സൗണ്ട്. ചെയ്തിട്ടുണ്ട്. ഫേസിൽ ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇല്ല യാതൊരു ഇല്ല. ഇഷ്യൂ ഇല്ല ആ. നമുക്ക്. ബെറ്റർ. ഓക്കെ. ഇപ്പം ഇതിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇവിടെ ശരിക്കും വൈറ്റ് ആയിരിക്കില്ല വരുന്നുണ്ടായിരിക്കും. ഇവിടെയും ലൈറ്റർ ഷാഡോ വൈറ്റ്. എന്തായാലും. പക്ഷെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷെ എന്റെ ഫോണിൽ ചെയ്തതിന്റെ പ്രോബ്ലം ആണോന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ വൈറ്റ് ആണ് കിടക്കുന്നത് ഫോണിലും. ഫോണിൽ വരുമ്പോ അത് വൈറ്റ് ആയിട്ടാണ് വരുന്നത് ഉം. തോന്നുന്നത്. പിന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നല്ല റെഫറൻസ് പിക്ചറും കൂടി എടുക്കണം കേട്ടോ. ഇപ്പൊ ചില റെഫറൻസ് പിക്ചർ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് ആ, വൈറ്റിലോട്ട് അതെ. കൺവേർട്ട് ആക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആൻഡ് ആ, ഷാഡോ ഉള്ള അതെ. നല്ല റെഫറൻസ് പിക്ചർ എടുക്കണം. പിന്നെ ഈ സിനിമാ നടന്മാരുടെ ചിത്രങ്ങൾ ഓക്കെ. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ മുഖച്ഛായ കൃത്യമായിട്ടുള്ള ഫോട്ടോസ് എടുക്കണം. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ് വിജയനെ വരച്ചൊരു ചിത്രം ഞാൻ കണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് വിജയുടെ പോലെ ഇല്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പിൻട്രസ്റ്റിൽ സെയിം പിക്ചർ കണ്ടു. ആ സെയിം പിക്ചർ വിജയുടെ പോലെ ഇല്ല. അപ്പൊ ആ സ്റ്റുഡന്റ് ആ റെഫറൻസ് പിക്ചർ എടുത്തപ്പോൾ ഉണ്ടായൊരു മിസ്റ്റേക്ക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റേക്ക്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നല്ല റെഫറൻസ് പിക്ചർ ഒബ്സർവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ടൈം എടുത്തോളൂ. നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് ഷെയ്ഡിങ് കുറച്ചും കൂടി ടൈം കൊടുക്കുക, ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്യുക. റെഫറൻസ് പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ റെഫറൻസ് പിക്ചർ എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള റെഫറൻസ് പിക്ചർ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട് വല്ലതും ചോദിക്കാനുണ്ടോ? ശ്രദ്ധിക്കാം. എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരയ്ക്കുമ്പോ അതായത് നമ്മൾ ലൈൻ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്ക് കൈ വരയ്ക്കുന്നു. അത് ആ പിക്ചർ നോക്കുമ്പോ അറിയാം. അത് നമ്മുടെ ലൈൻ ഡ്രോയിങ് കോഴ്സ് ഉണ്ടല്ലോ, ഞാൻ സ്ട്രെയിറ്റ് കണ്ടിട്ടുണ്ട്. ലൈൻ. ലൈൻ ഡ്രോയിങ് കോഴ്സ് കുറച്ച് കൂടുതലായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. അതായത് പെൻസിൽ കൊണ്ട് വരയ്ക്കുക. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഈ ലൈൻ കുറച്ചും കൂടി ലോങ്ങിൽ വരച്ചാൽ മതി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ വരങ്ങ് താഴ്ത്തിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെ വരെ ഉള്ളൂ എന്ന് വിചാരിച്ച് വരയ്ക്കുമ്പോഴാണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച് വരയ്ക്കുമ്പോഴാണ് നമുക്ക് വിറയിൽ വരുന്നത്. ഒറ്റ നീളത്തിലങ്ങ് വരയ്ക്കുക. ബാക്കി ആവശ്യമില്ലാത്ത ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും നമുക്ക്. അങ്ങനെ ചെയ്തോളൂ. പക്ഷെ പെന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതേ പ്രോബ്ലം വരുന്നുണ്ട്. പെന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതേ പ്രോബ്ലം ഉണ്ടോ? എന്ത് ജോബാ ചെയ്തുകൊണ്ടിരുന്ന? IT കമ്പനിയിലായിരുന്നു? പെന്ന് യൂസ് ചെയ്ത് IT-ലായിരുന്നു. എന്താ കുറെ ടൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? ടൈപ്പിംഗ് ഡേറ്റ എൻട്രി പോലെ. പക്ഷെ അത്ര ടൈപ്പ് ചെയ്യാൻ ഇല്ല എന്നാലും. ഓക്കെ. പെന്ന് യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, പേപ്പർ ഒരുപാട് റഫ് ആണോ അതോ നോർമൽ പേപ്പർ ആണോ? 160 ജിസ്മിന്റെ ഒരുപാട് റഫല്ല. ഇഷ്യൂ ഇല്ല. അപ്പൊ മിക്കവാറും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ അല്ല അത്. അതായത് ഞാൻ ഉദ്ദേശിച്ച വിറയിലും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചൊന്ന് കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ ഇല്ല. ശരിയായിക്കോളും. പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പ്രശ്നമായിരിക്കും. അതായിരിക്കും. പിന്നെ ഒരു പിക്ചർ വരയ്ക്കണമെങ്കിൽ ഒരു 2-3 വര ഇങ്ങനെ വരച്ച ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് തെറ്റായ രീതിയാണോ അതോ? അത് തെറ്റായ രീതിയല്ല. അത് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. എൻ്റെ സ്റ്റൈലും അങ്ങനെയാണ്. ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്ന പകരം 3 ലൈൻ വരച്ച് അതിലെ ഏതാണോ ബെസ്റ്റ് അതെടുത്തിട്ട് ബാക്കിയെല്ലാം റേസ് ചെയ്ത് കളയുക. അങ്ങനെയാണ് എൻ്റെ സ്റ്റൈല്. പക്ഷെ നമ്മൾ അതെ. റെക്കമെൻഡ് ചെയ്യുന്നത്
മാക്സിമം നീറ്റ് ആക്കാനായിട്ട് മിനിമൽ ലൈൻസ് ഉപയോഗിച്ച് ചിത്രം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ്നെസ് കൂടുതൽ കിട്ടും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, വരയ്ക്കുന്ന എല്ലാ ലൈൻസും ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇറേസ് ചെയ്യുമ്പോൾ യാതൊരു ഇഷ്യൂസ് ഉണ്ടാക്കാത്ത രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ. ഇത് എപ്പോഴും ഇഷ്യൂ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റിങ്ങിലോട്ടൊക്കെ കിടക്കുന്ന സമയത്ത് വരയ്ക്കുന്ന എല്ലാ ലൈനും ഡാർക്ക് ആക്കി കുറേ ലൈനൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ പെയിന്റിങ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ പെൻസിൽ ലൈനൊക്കെ വിസിബിൾ ആയിട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ അതിന്റെ ഭംഗിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മിനിമൽ ലൈൻസ് ഔട്ട്ലൈൻ നീറ്റ് ആക്കാൻ എപ്പോഴും നമ്മൾ പറയാറുള്ളത്. പിന്നെ എനിക്ക് റിയലിസ്റ്റിക് ഫോട്ടോ വരയ്ക്കാനാണ് കൂടുതൽ ഇത്. അപ്പൊ ഞാൻ അതിനുവേണ്ടി എങ്ങനെ എല്ലാം പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ലൈൻ ഡ്രോയിങ്ങും എല്ലാം ചെയ്യണം. നമുക്കതിൽ അതാണ് നെക്സ്റ്റ് എനിക്ക് ചോദിക്കും. ഒരു മിനിറ്റ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. അടുത്ത ഒരു 12 മന്ത്, അടുത്തൊരു 12 മാസത്തെ അല്ലെങ്കിൽ 1 ഇയറിലത്തെ ഒരു ഗോള് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് സെറ്റ് ചെയ്യും ആർട്ടിൽ? എന്റെ ഡ്രീം തന്നെ റിയലിസ്റ്റിക് ഫോട്ടോ, ഹൈപ്പർ റിയലിസ്റ്റിക് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി കൂടുതലും പോർട്രേറ്റ് തന്നെ ഷെയ്ഡിങ് ഉള്ളതൊക്കെ നോക്കിയെടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു 1 ഇയർ ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു ഹൈപ്പർ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റ് വരച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കണ്ടെത്തണം. അത് അങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവില്ലേ? വെറുതെ വരയ്ക്കാതെ ഒരു കമ്മീഷൻ വർക്ക് പോലെ ചെയ്ത് കൊടുത്ത് നമുക്കൊരു ഫസ്റ്റ് ഇൻകം അതിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? സാറിനോട് ഒരു കാര്യം, ഞാൻ ഒരു കുട്ടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുകളിലുള്ള ഒരു പാകിസ്ഥാനി ഫ്രണ്ടാണ്. അപ്പം പുള്ളിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം പാട്ട് കേട്ടോണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ എന്നെ കൂടെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ പോയത്. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കാം, എന്തായാലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വരച്ച് ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ അവര് എന്നോട് ചോദിച്ചു, എന്റെ ഫോട്ടോ കൂടെ വരച്ച് എത്ര ക്യാഷ് ആവുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണെന്ന് വിചാരിക്കും. നമ്മൾ പ്യൂർലി സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വൺസ് നമ്മൾ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെയ്ഡിലോട്ട് മാറാനായിട്ട് കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് കുറച്ച് മൽപ്പിടുത്തം നടത്തേണ്ടി വരും. അതിന് പകരം ആദ്യമേ തന്നെ പെയ്ഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണത് നല്ലത്. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ പെയ്ഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. ഒരു സൈസ്, ഒരു പെർട്ടിക്കുലർ സൈസിൽ ഒരാളുടെ ഹെഡ് വരയ്ക്കാനായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A4 സൈസിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇതൊക്കെയാണ്. A4 സൈസിൽ ഒരാളുടെ തല വരയ്ക്കാനായിട്ട് ഞാൻ വാങ്ങുന്ന എമൗണ്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് പെർട്ടിക്കുലർ എമൗണ്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് എന്താണ് ഔട്ട്പുട്ട് കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റണം ക്ലയൻറ്റിൻ്റെ അടുത്ത്. മനസ്സിലാവുന്നുണ്ടോ? ചിലർ ഇപ്പോൾ ഈ പറയുന്ന എമൗണ്ടിന് A4 സൈസിൽ ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇഷ്യൂസ് വരും. ഇപ്പൊ നമ്മുടെ റിസൾട്ട് ഇതാണ്. എൻ്റെ സ്റ്റൈലിൽ അഭിലാഷ് വരയ്ക്കുന്നത് ഇതാന്ന് പറഞ്ഞ് അഭിലാഷിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു 3-4 എക്സാമ്പിൾസ് നമ്മുടെ അടുത്ത് വേണം. അത് സിനിമ നടന്മാരുടെ ആയിരിക്കാം, ആരുടെ വേണമെങ്കിലും ആയിരിക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇവിടെ അടുത്ത് ഇത് ആദ്യത്തെ വർക്കിന്റെ കാര്യം മാത്രം കേട്ടോ, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ അടുത്ത് പറയാ ടോട്ടൽ എമൗണ്ട് ഇത്രേ വരുന്നത്. എന്നിട്ട് അവരുടെ റിക്വയർമെന്റ് എടുക്കുക. ഫ്രെയിം ഇട്ടിട്ട് വേണോ, കൊറിയർ അയച്ചു തരണോ, അപ്പൊ ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് പൈസ വേണമെന്ന് ആദ്യമേ പറഞ്ഞേക്കണം. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നമ്മുടെ ഇറങ്ങും. ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവും. ഇപ്പൊ ഇതൊക്കെ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ എക്സ്ട്രാ ആണെന്ന് വീണ്ടും പറയാ. എന്നിട്ട് പറയാ എൻ്റെ ചിത്രം മാത്രം നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു എമൗണ്ട് ആണ് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വർക്ക് കൺഫേംഡ് ആക്കാനായിട്ട് എനിക്ക് ഒരു എമൗണ്ട് അഡ്വാൻസ് തരണം. മനസ്സിലാവുന്നുണ്ടോ? അഡ്വാൻസ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള എമൗണ്ട് തീരുമാനിക്കാം. 50% അഡ്വാൻസ് എടുക്കുന്നത് കുറച്ചും കൂടി റെക്കമെൻഡബിളാണ്. നമ്മൾ ചോദിക്കാൻ ടോട്ടൽ എമൗണ്ടിന്റെ ഒരു 50% അഡ്വാൻസ് എടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറയണം, അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ചിത്രം വരച്ചിട്ട് ഒരു 70% ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു 3 തവണ വരെ അത് മാറ്റി വരയ്ക്കാം. 3 തവണ, അതും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസ നിന്ന് നമ്മളെ 10-20 തവണയിട്ട് നമ്മളെ കൊണ്ട് വരപ്പിക്കും. അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചു. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു 3 തവണ റിപ്പീറ്റും ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കി പൈസ തരണ്ട എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം. പക്ഷെ അഡ്വാൻസ് നോൺ റീഫണ്ടബിൾ ആണെന്ന് പറയണം. അതായത് നമ്മൾ സേഫാണ്, അവർ സേഫാണ്. കാരണം അവർക്ക് നമ്മളെല്ലാം ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ടല്ലോ, ഞാൻ ഈ കമ്മീഷൻ വർക്കിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോർട്രേറ്റ് ചെയ്യുന്ന
ഒരുപാട് പേർക്ക് റാൻഡം ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പോഴത്തെ സ്റ്റേജിലല്ല, എൻ്റെ ഓ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അപ്പം ഞാൻ കണ്ടൊരു കാര്യം, പലർക്കും ഇത് പ്രൊഫഷണൽ ആയിട്ട് ഒരു എൻക്വയറി വരുമ്പോൾ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യാന്ന് അറിയില്ല. എങ്ങനെയാണ് പ്രൈസ് പറയുക, എങ്ങനെയാണ് ആ കസ്റ്റമറിനെ ഡീൽ ചെയ്യുക, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കസ്റ്റമറിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വർക്ക് കിട്ടും. പക്ഷെ ഇത് അറിയാത്തതിന്റെ പ്രശ്നം. എല്ലാവർക്കും അതെ. വരയ്ക്കാനൊക്കെ അറിയാം, പക്ഷെ ഇതിലോട്ട് കിടക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിലൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു പ്രൊ അഭിലാഷിന്റെ കുറച്ചും കൂടി ഐഡിയ കിട്ടും. yes. ഒരു പ്രൊഫഷണലിസം ഇല്ല ഉം. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ഇവിടെ. ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നീട് ഈ ഈ കുട്ടിയുടെ ഫോട്ടോ ഞാൻ വരച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ വൈഫിന് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട്. ഉം. അപ്പം വൈഫിന് കിട്ടിയ ഫ്രണ്ടിനെ വരച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത്. അങ്ങനെ ഞാൻ ഇതിന്റെ ഒരു ഫ്രെയിം ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതൊരു 21 ഏതാണ്ട് 400-500 രൂപയ്ക്ക് അടുത്തായി. ഉം. അപ്പം 2 ഫ്രെയിം ഒക്കെ ഓർഡർ ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വൈഫിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉം. ഞാൻ പറഞ്ഞത് ആദ്യത്തെ വർക്ക് അല്ലെങ്കിൽ പെയ്ഡ് വർക്ക് തന്നെ തുടങ്ങാന്ന്. അങ്ങനെ വൈഫിന്റെ തന്നെ ആദ്യമായിട്ട് മേടിക്കാൻ പോകും. അപ്പൊ ഇതങ്ങ് പരീക്ഷിച്ചോ 1000 രൂപയാണ്. വൈഫിന്റെ അടുത്ത് ഈ മെത്തേഡ് കൊടുത്താൽ മതി. ആ ഫുള്ള് ഞാൻ വേണ്ട, 50% എനിക്ക് തരിക, അത് കഴിയുമ്പോൾ ഞാൻ ഇത്ര ഈ ഡ്രോയിങ് ഒരു 60% അല്ലെങ്കിൽ 70% കംപ്ലീറ്റ് ആകുമ്പോൾ നിനക്ക് കാണിച്ചു തരാം. നീ അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ മാത്രം ഞാനത് കംപ്ലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു 3 times വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, കറക്റ്റ് ആവുന്നവർ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് എന്തൊക്കെയാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആർട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഗോളോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പോഴേ ഒന്നുമില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഒരെണ്ണമായി. ഉം. ഇതായിരുന്നു എന്റെ ഡ്രീം, ഹൈപ്പർ റിയലിസ്റ്റിക് ഫോട്ടോ വരയ്ക്കുക എന്നുള്ളതാണ് ഡ്രീം. പിന്നെ ഇതൊരു ഇൻകം ആയിട്ട്, കാരണം ഇനി ഒരു ജോബിന് പോകുന്നുള്ളത് നടക്കും തോന്നുന്നില്ല, മോളുള്ളത് കൊണ്ട്. ഇവിടുത്തെ സ്കൂൾ ടൈം ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഉച്ചയ്ക്ക് മോള് വരും, ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ മോളെ നോക്കാൻ ഒരാൾ ഇല്ലാതായിപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഫ്രീലാൻസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാം, അത് അധികം വൈകാതെ തന്നെ തുടങ്ങണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെ എങ്ങനെയുണ്ട്? ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ വരയ്ക്കുന്നതെല്ലാം? ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു പ്രൊഫഷൻ ആക്കാൻ, ആർട്ട് ഒരു പ്രൊഫഷൻ ആക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ Important ആണ്. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം പറ്റുന്ന എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അതിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോയും എല്ലാം റിപ്പീറ്റഡ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് ഓക്കെ. കഴിഞ്ഞാൽ, നമ്മളൊരു വർക്ക്, നമുക്കൊരു എൻക്വയറി വന്നു കഴിക്കും, നമ്മളിപ്പോൾ പരസ്യം എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു കസ്റ്റമർ പറഞ്ഞ് നമ്മളെടുത്തിട്ട് എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ ജെനുവിൻ ആണെന്ന് ആൾക്കാർ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ്. നോക്കിയിട്ടാണ്. ഇപ്പൊ അഭിലാഷ് എൻ്റെ കോഴ്സിൽ, ഇപ്പൊ അഭിലാഷ് ഞാൻ ഇതുവരെ കോൾ ചെയ്തിട്ടോ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ലല്ലോ. എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തത് അല്ല. റീസൺ എൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോളോയിങ്ങും അത്ര വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ അല്ലേ, അത് കണ്ടുകൊണ്ടാണല്ലോ. അതെ അത് അതെ. കാണാൻ റീസൺ അതെ, സോഷ്യൽ മീഡിയ മാത്രമാണല്ലോ. അത് തന്നെ അപ്പൊ ശരിയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് നമ്മുടെ ഗ്രോത്ത് കാണാൻ പറ്റണം. നമ്മൾ ചെറുതായിട്ടാണ് വരയ്ക്കുന്നതെങ്കിലും അടുത്ത ചിത്രം ബെറ്ററായി വരുന്നത് ഫോളോവേഴ്സിന് കാണാൻ പറ്റണം. ഓക്കെ. പിന്നീടുള്ള ഒരു ഡൗട്ട്, നമ്മളൊരു ഫോട്ടോ എടുത്ത് വരയ്ക്കുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടോ? കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. നമ്മളത് കൊമേഴ്ഷ്യലി സെല്ല് ചെയ്യുക, എക്സിബിഷന് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ചിത്രം ക്രിയേറ്റ് ചെയ്തു. എൻ്റെ മൈൻഡിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ റെഫർ ചെയ്ത് എവിടെ ഇല്ലാത്തൊരു ചിത്രം ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അഭിലാഷ് ചിലപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും, അഭിലാഷ് ചിലപ്പോൾ വേറെ പിൻട്രസ്റ്റ് നോക്കി ആയിരിക്കും കിട്ടുന്നുണ്ട്. പിൻട്രസ്റ്റിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൻട്രസ്റ്റ് ഒരു സെർച്ച് എഞ്ചിനാണ്. പിൻട്രസ്റ്റിൻ്റെ അകത്തൊരു ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല വെബ്സൈറ്റിൽ നിന്നുള്ള ഡ്രോയിങ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണിച്ചിരുന്ന വെബ്സൈറ്റ് ആണ്. ചിലപ്പോൾ അഭിലാഷിനത് പിൻട്രസ്റ്റിൽ നിന്നായിരിക്കും എൻ്റെ ഡ്രോയിങ് കിട്ടിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പെയിന്റിങ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അഭിലാഷ് അത് വരച്ചിട്ടുണ്ടാവും. ആർട്ടിസ്റ്റ് ആരാന്ന് അറിയാത്ത കാരണം പേരില്ലാതെ ചിലപ്പോൾ പോസ്റ്റ് ഇട്ടുണ്ടായിരിക്കും. എന്നിട്ട് അഭിലാഷ് ഒരു ദിവസം പോസ്റ്റ് ചെയ്യാണ്, എൻ്റെ ഈ ഒരു ആർട്ട് വർക്ക് ഞാൻ ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട്, സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് എന്ന് വിചാരിക്കും. എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് എനിക്ക് അത് സ്ക്രീൻഷോട്ട് അയച്ചു തരും. എനിക്ക് വേണമെങ്കിൽ അഭിലാഷിനെതിരെ കേസ് കൊടുക്കും, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും. ഇതാണ് കോപ്പിറൈറ്റ് ലോ. അതായത് പ്രോപ്പർട്ടി എൻ്റെയാണ്, എൻ്റെ അടുത്ത് ഒറിജിനൽ ഉള്ളിടത്തോളം കാലം, പിന്നെ ഇത് ആദ്യമായിട്ട് ഞാനാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ള തെളിവുള്ളിടത്തോളം കാലം എപ്പോൾ വേണമെങ്കിലും എനിക്ക് അഭിലാഷിനെതിരെ കോപ്പിറൈറ്റ് ലോ നിയമപ്രകാരം കേസെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് കൊമേഴ്ഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾ, എക്സിബിഷൻ, ആർട്ട് മെറ്റീരിയൽ സെയിൽസ്, കമ്മീഷൻ വർക്കുകൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്നൊക്കെ, ഇത് വലിയ ഇഷ്യൂ ഒന്നും അല്ല, അത് എല്ലാവരും അങ്ങനെ കേസ് കൊടുക്കണം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷെ എനിക്കറിയുന്ന 2-3 ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പേഴ്സണലി.
അപ്പോൾ ഓ കേരളത്തിൽ അപ്പോൾ നമ്മളൊന്ന് അവെയർ ആയിരിക്കുന്നത് നല്ലതാണ്. പ്രാക്ടീസ് ഓക്കെ. ചെയ്യുമ്പോൾ എന്ത് വരച്ചാലും കുഴപ്പമില്ല, ആരും കാണാൻ നമ്മൾ എന്ത് വേണേലും വരയ്ക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത് സെല്ലബിൾ ആക്കുന്ന ഒരു കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം. എന്നിട്ട് ഞാൻ സ്കെയിൽ വെച്ച് നമ്മുടെ എത്ര ചെറിയ ഫോട്ടോ ആയാലും സ്കെയിലിൽ മെഷർമെന്റ് ചെയ്തിട്ട് അതൊന്ന് സ്കെയിൽ അപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാവും? ഇല്ലില്ല, ഇഷ്യൂ ഒന്നുമില്ല. ഇല്ലല്ലേ? അതും കമ്മീഷൻ വർക്ക് ഗ്രിഡുമായിട്ട്. കമ്മീഷൻ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, ഞാൻ പലപ്പോഴും കോഴ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഫ്രീ ഹാൻഡ് വരയ്ക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേപ്പർ റൊട്ടേറ്റ് ചെയ്യാതെ വരയ്ക്കണം എന്നൊക്കെ ഞാൻ കുറേ തിയറി പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള റിയൽ സ്കില്ല് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിക്കും കമ്മീഷൻ ഓക്കെ. വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വർക്ക് പെർഫെക്റ്റ് ആക്കാനായിട്ട് ഏത് ടൂളും ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഈവൻ ഗ്രിഡ് വരെ വേണമെങ്കിൽ ഇടാം. ഗ്രിഡ് അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. പക്ഷെ കമ്മീഷൻ വർക്ക് ചെയ്യുമ്പോൾ എന്താ, ക്ലയൻറ്റ് ഹാപ്പി ആയിരിക്കണം, ബെസ്റ്റ് റിസൾട്ട് കൊടുക്കണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്താണ് ബെസ്റ്റ് മെത്തേഡ് ഉള്ളത്, കറക്റ്റായിട്ട് കൃത്യമായിട്ട് ക്ലയൻറ്റിന് എന്താണ് ഫീൽ ചെയ്യേണ്ടത്, ആ സംഭവം കൃത്യമായിട്ട് വരച്ചു കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതി ഗ്രിഡിലാണ് നമ്മുടെ 100% റിസൾട്ട് എങ്കിൽ ഗ്രിഡ് വരയ്ക്കണമെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല. സ്കെയിൽ വെച്ച് വരയ്ക്കാം, എനിക്ക് സ്കെയില് വലുതാക്കി വരയ്ക്കാം. സ്കെയില് വെച്ച് മെഷർ ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നത് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നു. ഇഷ്യൂ ഒന്നുമില്ല, അത് ഗ്രിഡ് ഇട്ട് ഞാൻ വരയ്ക്കാം. ഗ്രിഡ് ഇട്ട് ഞാൻ മുമ്പ് വരച്ചിട്ടുണ്ട്. ആ നിവിൻ പോളിയുടെ ഒക്കെ ഫോട്ടോ ഞാൻ ഗ്രിഡ് ഇട്ട് വരച്ചതാണ് പണ്ട്. അതെനിക്ക് ലാസ്റ്റ് വരച്ച ഇപ്പൊ ഫോട്ടോ ഇത് ഒക്കെ എങ്ങനെ വരച്ച്? കോഴ്സ് ഒക്കെ ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എങ്ങനെ വരച്ച്? അത് ഞാൻ കൊടുക്കേണ്ടത് ഞാൻ സ്കെയില് യൂസ് ചെയ്ത് തന്നെ ചെയ്തത്. ഉം. എനിക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് തോന്നിയിട്ട് ചെയ്തത്. ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ സ്കെയിൽ അതിൽ ഷെയ്ഡിങ് പ്രശ്നമുണ്ട്. പ്രശ്നമില്ല, ഷെയ്ഡിങ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. ഷെയ്ഡിങ് കുറച്ച് കുറച്ചുകൂടി ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. അതന്നെ. ഷെയ്ഡിങ് അത് എന്റെ ഫോണിന്റെ കുഴപ്പമാണോ അതായത് അത് ഞാൻ എടുക്കുന്ന ഫോട്ടോ അത്ര ഒരു ഇതായിട്ട് ഒരു വരുന്നില്ല കാര്യം എന്നറിയാൻ വയ്യ. നെക്സ്റ്റിന് വരയ്ക്കുമ്പോൾ ലേസർ പ്രിന്റ് എടുത്ത് നോക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് A4 സൈസിൽ അല്ലെങ്കിൽ A3 സൈസിൽ ലേസർ പ്രിന്റ് എടുക്കുക. അതായത് നമ്മൾ ഏത് പേപ്പറിലാണ് പ്രിന്റ് വരയ്ക്കാൻ എടുക്കും. ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ A4ലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ A4 പേപ്പറിൽ തന്നെ ലേസർ പ്രിന്റ് എടുക്കുക. A3ലാണ് വരയ്ക്കുന്നതെങ്കിൽ A3 പേപ്പറിൽ എടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആ എല്ലാ പിക്ചറും എനിക്ക് ഇതിപ്പോ തോന്നുന്നു ഇപ്പോൾ ഉം, വരച്ച പോർട്രേറ്റ് എല്ലാം ലൈറ്റ് ആയതുകൊണ്ട് ഫോണിന്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്. നമുക്കതൊന്ന് ആ, നോക്കാം. ഞാൻ അല്ലെങ്കിൽ വേറെ ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള എഡിറ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ഞാൻ എടുക്കുന്നു. ഉം. ഇനി ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചാൽ ശരിയാകും. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഈ എടുക്കുന്ന ഫോട്ടോയും ശ്രദ്ധിക്കണം. ഒരുപാട് എക്സ്പോഷർ കൂടുതലുള്ള ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആയാലും വല്ല ഷാഡോ ഒന്നും കാണാൻ പറ്റൂല. ഈ കുട്ടി നല്ല വൈറ്റ് ആണ്, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് ചെയ്ത 2 ഫോട്ടോയും അങ്ങനെ. ഒന്നും ഒരു വെയിലത്തിരുന്ന് എടുത്ത സെൽഫിയാ. അത് ഉം. കൂടുതലും വൈറ്റ് ആണ്. ഉം. മനസ്സിലായി, പിന്നെ അതുകൊണ്ടായിരിക്കും എന്റെ ഇഷ്യൂ. പെൻസിലും അത്ര ഞാൻ എത്ര ഡാർക്ക് ചെയ്താലും പെൻസിൽ ഡാർക്ക് ആവുന്നില്ല. ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്ന പെൻസിൽ? പെൻസിൽ ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല. ഒരു സിമ്പിൾ പരിപാടി ഞാൻ ഒരു പറഞ്ഞുതരട്ടെ. ഒ- ഒരു ഒരു നടരാജാണ്. മനസ്സിലായി, ഒരു സിമ്പിൾ പരിപാടി. ഇപ്പൊ എവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞ്? അബുദാബിയിലാണ്. അബുദാബിയിലാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അബുദാബിയിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അറിയാലോ. അറിയാം അറിയാം. അപ്പോൾ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഒരാൾ വരച്ച് അബുദാബിയിൽ നിന്ന് ഒരാൾ ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ടൂള് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചോദിച്ചോ, എവിടെ നിന്നാണ് പെൻസിൽ വാങ്ങിച്ചതെന്ന്. എളുപ്പമായില്ലേ? നമുക്ക് പെൻസിൽ വാങ്ങിച്ച പോലെ, ഇവിടെ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. ഇവിടുത്തെ ഇവിടുത്തെ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ് ഇരിക്കും. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് ഏതെടുക്കണം എന്നുള്ള. എനിക്കുണ്ട് ഇഷ്യൂ. ഞാൻ പറയുന്ന ബ്രാൻഡ് ചിലപ്പോൾ കിട്ടൂല. എനിക്ക് US നിന്ന് അവിടെ വന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും എൻ്റെ അടുത്ത് ഏത് ബ്രാൻഡ് വേണമെന്ന്. ഞാൻ പറയുന്നത് ചിലപ്പോൾ അവിടെ കിട്ടൂല. അവിടെ നിന്ന് അയക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഇല്ല. നമുക്ക് ഇത്രയും സ്റ്റുഡൻസ് ഉള്ള കമ്മ്യൂണിറ്റി ഉണ്ട്, അത് നമുക്ക് എല്ലാ സ്ഥലത്തും അതെ. സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ പ്രശ്നം സോൾവ് ആവും. അതെ, ചോദിക്കാൻ. അതൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ഓ, ഏറ്റവും ഞാന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആർട്ടിൽ പൈസ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് കളയാം. ഞാൻ ഒരുപാട് പൈസ കൊണ്ട് കളഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ പറഞ്ഞു തരാനോ ഗൈഡൻസ് തരാനോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ കുറേ ഫാൻസി ഐറ്റംസ് വെറുതെ, കുറേ ഇറേസർ, ഷാർപ്നർ, കണ്ണി കണ്ട പെൻസിലെല്ലാം വെറുതെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടും.
കുറെ ബുക്കുകൾ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടും. ശരിക്കും ഞാനിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഞാനിപ്പോൾ ആർട്ട് മെറ്റീരിയൽ വാങ്ങുന്നത് കുറവ്, അപ്പൊ അതിന് പകരം ഞാൻ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും അത്ര എമൗണ്ട് ഒക്കെ ഞാൻ അന്ന് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഏത് ലെവലിലെത്തി അറിയോ? അപ്പൊ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. എന്നിട്ട് ആ പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് നിന്നും നമുക്ക് ഏണിങ് കൂടി കിട്ടാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ അഭിലാഷം എടുത്ത് പറഞ്ഞല്ലോ ഏണിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ ആ പഠനത്തിനെ അതെ. സമീപിച്ചു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നേരെ തിരിച്ച് അപ്പം തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് പരിപാടി. ഞാനിപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ആർട്ട് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി തിരിച്ചെങ്ങനെ പിടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ പഠിക്കും. അത്ര ഇരട്ടി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്നത് വീണ്ടും ഈ പൈസ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതേ മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിക്കും. അല്ലെങ്കിൽ എൻ്റെ പഴയ പോലെ ഞാൻ ചെയ്ത മണ്ടത്തരം പോലെയാണ്. കുറെ ടൂള് നമുക്ക് കിട്ടും, ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയാതെ നമ്മൾ വായുമ്പോൾ ചെയ്യും. എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് വീട്ടിൽ യൂസ് ചെയ്യാത്ത ഒരുപാട് കളർ പെൻസിലും. ഇത് സംഭവം, ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചാൽ കേടായി പോകും. ഒരു 5-8 മാസം കഴിയുമ്പോൾ ഭൂരിഭാഗം ഐറ്റംസും കളർ പെൻസിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് നശിച്ചു പോകും. റിസൾട്ട് ക്വാളിറ്റി വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻസിനെ മെറ്റീരിയൽ വാങ്ങാൻ പറയുമ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാത്ത. അത് അങ്ങനെ കറക്റ്റ് ടൈമിൽ വേണം വാങ്ങണം, പക്ഷെ കറക്റ്റ് ടൈമിൽ വാങ്ങിച്ചാൽ മതി. അല്ലാണ്ട് ചാടിപ്പിടിച്ച് വാങ്ങിച്ചെടുത്ത് വെച്ചിട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ ആയില്ലേ? വേറെ എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനോ? ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ച് വന്നതിലും ചോദിക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. വേറെ എന്തെങ്കിലും കാര്യത്തിൽ, ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ, എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തണം എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഷെയ്ഡിങ് പ്രാക്ടീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്റെ ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്ന കാര്യം. ഷെയ്ഡിങ് ഞാൻ നമ്മുടെ വീക്കിലി മീറ്റിംഗിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ലൈവ് ക്ലാസ്സുകൾ കുറച്ച് ചെയ്യുന്നുണ്ട് ഷെയ്ഡിങ്ങിന്റെ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ലൈവായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഷെയ്ഡിങ് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതെ, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ നമ്മള് ആരും അങ്ങനെ പറയാറില്ല, ഞാൻ ആരടുത്തും അങ്ങനെ പറയാറില്ല. എല്ലാം നന്നായിട്ടുണ്ടെന്നേ പറയത്തുള്ളൂ. ഓക്കെ, പിന്നീട് ഇത്രയൊക്കെയുള്ളൂ സാർ. വളരെ സന്തോഷം സാറിന്. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ ആദ്യം അങ്ങനെ ഇരുന്നത്. അത് ഞാൻ ചോദിച്ചു, ആദ്യമേ തന്നെ വന്നപ്പോൾ ഞാൻ ചോദിച്ചില്ല, ആദ്യമായിട്ടാണോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? അല്ല, ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്, വീക്ക്ലി മീറ്റിംഗ് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ആദ്യം എനിക്കറിയേണ്ടത്, ഞാൻ ഒന്നൊന്നായിട്ട് ചോദിക്കും. ആദ്യം എനിക്കറിയേണ്ടത് റെക്കോർഡഡ് ക്ലാസ്സുകൾ എങ്ങനെയാണ് കാണുന്നത്, എപ്പോഴാണ് കാണുന്നത്, അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ് ഞാൻ നൈറ്റ് കണ്ട് ഫസ്റ്റ് ഒന്ന് കാണും. അതിനുശേഷം ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പൊ 2 ടൈം, ഒന്ന് ഞാൻ കണ്ടതിന് ശേഷം ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ച് എന്റേതായ രീതിയിൽ ഞാൻ അത് കാണും. അതിനുശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും കൂടെ റെഫറൻസ് കൂടെ നോക്കിയിട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ലോ ആണ്. ഞാൻ ഇപ്പൊ ഇന്റന്റിങ് മെത്തേഡ് ആയതേ ഉള്ളൂ. കറക്റ്റ് പാത്തിലാ പോകുന്നത്. വീക്കിലി മീറ്റിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം? വീക്കിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? വീക്കിലി ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, വൈഫൈയുടെ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് എനിക്ക് മിസ്സായി പോയി മീറ്റിംഗ്. പിന്നെ കഴിഞ്ഞത് കിട്ടി, നന്നായി, വളരെ നല്ലതാണ്. പിന്നെ പലരെ ഇപ്പൊ നമ്മള് ഇതല്ലേ ചെയ്യുന്ന, ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ കിട്ടാറുണ്ട്. അതുകൊണ്ട് വളരെ നല്ലതാണ്. ഞാനിത് വരച്ചു തുടങ്ങിയത് വിജയദശമിയുടെ ക്ലാസ്സിലാണ്. അന്നാ ഈഗിളിനെ വരച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗിൽ ചേർന്നത്. പിന്നീട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. എങ്ങനെ ടൈമുണ്ട്, ആവശ്യത്തിന് ടൈമുണ്ട്, എന്നാലും എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കാറുണ്ട്.
ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ആർട്ടിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ കാണാൻ നോക്കണം. ഒന്ന് ലേണിംഗ്, ഒന്ന് ഏണിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഏണിങ്ങിന് ഓക്കെ. നമ്മൾ ഇപ്പൊ ഇത് ചിന്തിക്കാം. ഇപ്പൊ ഇന്നൊരു കുറച്ച് ഹിന്റ് ഞാൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ച് നമ്മുടേതായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഞാൻ പറയുന്നത് നേരെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പൊ എനിക്ക് മെന്റർ ഓക്കെ. ഉണ്ട് ബിസിനസ്സിൽ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യം കേൾക്കും, എന്നിട്ട് ഞാൻ വാലിഡേറ്റ് ചെയ്യും. ഇത് എന്റെ സിറ്റുവേഷനിൽ ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് ഞാൻ 2-3 തവണ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ. ഇതിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തിയിട്ട് മാത്രമേ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ ആർട്ടിൽ ഓക്കെ. എന്തായാലും നമ്മുടെ കോഴ്സിലൂടെ ലേണിംഗ് നമുക്ക് നടക്കും. അപ്പുറത്ത് ഏണിങ്ങിന്റെ പ്ലാനുകൾ നമ്മുടെ രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ ചിന്തിക്കാൻ, ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്ക് കുറച്ച് ടൈം കൊടുത്തോളൂ. സോഷ്യൽ മീഡിയ കാണാനല്ല, ഓക്കെ. പോസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കൊടുത്തോളൂ. ചിത്രങ്ങൾ ആ. വരച്ചിടാനും കുറച്ച് കസ്റ്റമൈസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി ഓക്കെ. പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അപ്പൊ ആവാനാണ് പ്ലാനെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ. തീർച്ചയായും. അപ്പൊ എങ്ങനെയുള്ള പിക്ചർ വരച്ചിട്ട് വേണം നമ്മള് ഓഡിയൻസിന് നമ്മള് എന്താ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയുള്ള പിക്ചേഴ്സ് ആണ് വരയ്ക്കേണ്ടതെന്ന്? ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് ഡ്രോയിങ്സ്. വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന കാലഘട്ടത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ആരും ഇമ്പ്രസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഞാൻ അഭിലാഷ് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. ഇപ്പൊ വീക്കിലി മീറ്റിംഗ് വരുമ്പോൾ കാണാൻ സാധിക്കുമല്ലോ, ഞാനിപ്പോ ജെന്യൂൻ ആയിട്ടിരുന്ന് ഞാൻ എന്താണോ അത് വളരെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ആൾക്കാർ കുറച്ചും കൂടി ഓക്കെ. ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഞാൻ വൻ ആർട്ടിസ്റ്റാണോ നിങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. ഞാൻ ഇല്ല, ഇല്ല. എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ പല മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ഞാനൊന്നുമല്ല. പക്ഷെ എൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാനത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മാതിരി ഞാൻ പഠിക്കും. അപ്പൊ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ. ഒരാൾക്കെങ്കിലും എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം അത്രയും ജെന്യൂൻ ആയിട്ടിരിക്കുക. നമ്മൾ എന്താണോ അതേപോലെ ഇപ്പം നമുക്ക് വരയ്ക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പം എൻ്റെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അതിൽ കുറേയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കുറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് മിസ്റ്റേക്ക് അതേപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ കുറേ ഗ്രോ ചെയ്ത് പോകുമ്പോൾ അതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പം എന്താണ് നമ്മളിപ്പോൾ നിലവിൽ സിറ്റുവേഷൻ ഉള്ളത്, ജെന്യൂൻ ആയിട്ടിരിക്കുക. എന്താണ് നമുക്ക് വരയ്ക്കാൻ ഇഷ്ടം അത് വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നേരെ തിരിച്ച് ഇപ്പോൾ ഓഡിയൻസിന് ഈ പറഞ്ഞ പോലെ വേറെ ഈ ടോപ്പിക്കാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടും. ഇഷ്ടമില്ലാതെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നിലനിൽക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ആ, മനസ്സിലായി. നല്ലൊരു പോയിന്റ്. ഇഷ്ടമില്ലാതെ നമുക്ക് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ എന്താണ് ഇഷ്ടം എന്ന് ആദ്യം കണ്ടുപിടിക്കുക. കുറേ ടൈം എടുക്കും. അത് കുറേ ചെയ്ത് കുറേ ആ. പോർട്രേറ്റിന് മേലെ ചിലപ്പോൾ നമ്മൾ ഓടും, കുറേ ലാൻഡ്സ്കേപ്പ് വരയും, കുറച്ച് കഴിയുമ്പോൾ പെയിന്റിങ്ങിലോട്ടാവും. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ലോങ് ടൈമിലൊരു സംഭവത്തിൽ നമ്മൾ ഫൈനലിൽ എത്തും. അതങ്ങ് അതവിടെ നിന്നായിരിക്കും നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എല്ലാം ഓക്കെ. ട്രൈ ചെയ്യാം. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഗ്രാബ് ചെയ്യാം, എല്ലാം ട്രൈ ചെയ്യാം. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ലെസൺ അതാ. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറേ തവണ തോൽക്കുക, പക്ഷേ അതെല്ലാം ചെറിയ ചെറിയ തോൽവികളായിരിക്കണം. വലിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലക്ഷങ്ങൾക്ക് തുടങ്ങി തോൽക്കണം എന്നല്ല പറയുന്നത്. ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, ഇപ്പോൾ കമ്മീഷൻ വർക്ക് പിടിക്കാൻ നോക്കി, ഇല്ല ക്ലയന്റിന്റെ അടുത്ത് 2 തെറി കിട്ടും, ചെറിയൊരു തോൽവി. ആ. വരയ്ക്കുന്ന ഇവിടെ ക്ലയന്റ് ഇഷ്ടപ്പെട്ടില്ല, ചീത്ത പറഞ്ഞു, ചെറിയൊരു തോൽവി. ക്ലയന്റ് പൈസ തിരിച്ചു തന്നില്ല. പക്ഷെ ഇതെല്ലാം ലേണിംഗ് ആ. കാരണം അയാൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, അയാൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്ത, അയാൾ എന്തുകൊണ്ടാണ് പൈസ തരാത്ത. ഈ ചെറിയ ചെറിയ ഓക്കെ. തൊഴിലുകളകത്തുനിന്ന് നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്ലാസ്സൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റുഡൻസ് വരുമ്പോൾ നോർമലി എഴുതിക്കുമല്ലോ, ഈ ടൈമിൽ വന്നു, അതിനെന്താ പറയുക, രജിസ്റ്റർ എനിക്ക് ആ. ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയില്ല രജിസ്റ്റർ വേണമെന്ന്. പിന്നെ ആ. പേരൻസ് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും, എൻ്റെ സ്റ്റുഡൻറ്റ്, എൻ്റെ മോൻ അവിടെ ഇന്ന് വന്നിരുന്നു ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിനൊരു ഡാറ്റ ഇല്ലാത്ത എനിക്ക് തന്നെ തോന്നി ഒരു ഡയറി പോയി വാങ്ങിച്ചേക്കാം. അങ്ങനെയാണ് എൻ്റെ ആർട്ട് ആ. സ്കൂളിൽ രജിസ്റ്റർ കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ല. മനസ്സിലായി. അത് പതിയെ നമ്മൾ സെറ്റ് ചെയ്ത് അത് നമ്മൾ അവിടെ ഫെയിലിയർ ആവുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊരു ഫോട്ടോ, സൂര്യയുടെ ഫോട്ടോ വരച്ചത് അത് കറക്റ്റ് കിട്ടിയില്ല. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാനൊരു മടി. പക്ഷെ ഞാൻ ഇനി അത് പോസ്റ്റ് ചെയ്യും. യാതൊരു ഇഷ്യൂ ഇല്ല, അത് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം അടുത്ത പോസ്റ്റ് അതിനേക്കാളും ബെറ്റർ ആക്കുക. അപ്പൊ ആൾക്കാർ പറയും, ഓ നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആൾക്കാർ നമ്മളെ നോക്കും, ഈവൻ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, അപ്പൊ ഫോളോവേഴ്സ് ബെറ്ററായി. ഞാൻ ചെയ്യുന്ന കാര്യം, ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് അതിനേക്കാളും ബെറ്റർ ആക്കാൻ നോക്കും. അപ്പോൾ ഇപ്പോൾ A to Z അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. A to Z സ്റ്റാർട്ട് അതെ. ചെയ്തിട്ട് ഇനി അടുത്തടുത്ത കോഴ്സിലോട്ട് പോകുമ്പോൾ എൻ്റെ മാറ്റം കാണാൻ പറ്റും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറും, എൻ്റെ ക്യാമറ ചേഞ്ച് ആവും, എഡിറ്റിങ്ങിൻ്റെ
ടെക്നിക്സ് മാറും, സൗണ്ട് ക്വാളിറ്റി മാറും. എ ടു സെഡ് വെൻസ് ഡ്രോയിങ് കോഴ്സ് ഞാൻ ആദ്യം ഇറക്കിയത്. അന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്ന ആ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ബെഡ്റൂമാണ്. ഞാൻ കട്ടിലിൽ ഇരുന്നിട്ടാണ്, ഞാൻ കിടക്കുന്ന കട്ടിലിൽ ബെഡ് മാറ്റി വെച്ചിട്ട് അതിൽ ഇരുന്നിട്ട് സാധാ ഒരു ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനും കോഴ്സിലും ഞാൻ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. മനസ്സിലുണ്ടോ? അതിന് വരെ ആദ്യമേ തന്നെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വൺ സെറ്റപ്പിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ കാണുന്ന സ്റ്റുഡൻസിന് ഒരു ഫീൽ കിട്ടില്ല. അവര് പറയും ഇവൻ ആദ്യമേ തന്നെ എല്ലാം ഉള്ള എന്തിനാണല്ലോ. അപ്പൊ എല്ലാം പോസ്റ്റ് ചെയ്തു, പോണ വഴിക്ക് എല്ലാം പോസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കുക, പോസ്റ്റ് ചെയ്ത് നമ്മൾ ജെന്യൂൻ ആയിട്ടിരിക്കും. നമ്മൾ എന്താണോ, നമുക്ക് മിസ്റ്റേക്സ്, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ട്, നമുക്ക് ഫ്ലോസ് ഉണ്ട്, എല്ലാം ഓപ്പൺ ആയിട്ട് ജെന്യൂൻ ആയിട്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മീഷൻ വർക്കിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ ഫോട്ടോ വരച്ചെന്ന് പറഞ്ഞാൽ, കുട്ടിയുടെ ബർത്ത്ഡേക്കാണ് ഫോട്ടോ വരച്ചത്. ആ കുട്ടിക്ക് കസിൻസ് ഉണ്ട്, ആ ഏജിലുള്ള ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടാവും. കൂടാതെ ആ കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത വർഷം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആളാണെങ്കിൽ, നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഒരു കമ്മീഷൻ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരു 10 വർക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ അതേ രീതിയിൽ സമീപിക്കാൻ പഠിക്കണം. അത് ശരിക്കും നല്ലൊരു ലേണിംഗ് ആണ്. അത് ഫ്യൂച്ചർ, അത് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും നമ്മളെ ഒരു സക്സസ് ജേണി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാനൊരു വെബിനാർ അറ്റൻഡ് ചെയ്തു കമ്മീഷൻ വർക്ക്. അപ്പൊ ആർട്ടിസ്റ്റ് പറഞ്ഞൊരു പോയിന്റാ, ശരിക്കും വിചാരിക്കും കമ്മീഷൻ വർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, ആര് എങ്ങനെ വർക്ക് തരാമെന്ന് അറിയാൻ പറ്റൂല, എപ്പോഴാ വർക്ക് ഇട്ട്, ഒന്നുമില്ല, വളരെ സിമ്പിളാ. ഒരു കമ്മീഷൻ വർക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു പടം വരച്ചെന്നായിരിക്കും, അവർക്ക് അടുത്ത വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. മനസ്സിലാവും? നമുക്ക് ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ടൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാം, താങ്കൾ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്തതെങ്കിൽ അതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയിൽ ഒരു വാട്ടർ കളർ ഞാൻ ചെയ്തു തരാം, ഇൻട്രസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, താങ്കൾ ഇപ്പോൾ എൻ്റെ വർക്കിൽ ഹാപ്പി ആണോ, ഒരു വെഡിങ് ആനിവേഴ്സറി ഒരു ചിത്രം അയച്ചെന്നല്ലോ, ഹാപ്പി ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ഹാപ്പിയാന്ന് പറയുകയാണെങ്കിൽ പറയണം, ഇനി അതുപോലെ ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ സാറിൻ്റെ ഫ്രണ്ട്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ ചെയ്തു തരാം, ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ, അടുത്ത വർക്ക് കിട്ടും. ഇതൊക്കെ ഇതിന്റെ ഞാനും പ്രതീക്ഷിക്കുന്നു ഈ ഇപ്പം വൈഫ് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്തായാലും ചെറിയൊരു അവിടെ ഉണ്ടാവും, ചെറിയ ചർച്ചയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ. അഭിലാഷിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അഭിലാഷ് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് പലയിടത്തും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ടോപ്പിക്കാ ഈ പറയുന്നത് ബിസിനസ് സൈഡ്, ഏണിംഗ് സൈഡ് എനിക്ക് ഇഷ്ടമല്ല സംസാരിക്കും. കാരണം അത് സംസാരിച്ച് ഞാൻ നിർത്താതെ സംസാരിക്കും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനായിരുന്നു ഇവൻ ഇനി പോയിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട് എപ്പോഴും. കാരണം ഞാൻ പറഞ്ഞ ഭൂരിഭാഗം പേരും ആക്ഷൻ എടുത്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ ഇത് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. അഭിലാഷ് ഇപ്പോൾ ഓൾറെഡി കുഞ്ഞു ആക്ഷൻ എടുത്ത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞുതരാൻ. എനിക്കറിയാം അഭിലാഷ് ഞാൻ പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്താൽ മതി, അല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ഒന്നും കിട്ടൂല. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അഭിലാഷ് ഞാൻ പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും, ഒന്നില്ലെങ്കിൽ സച്ചിൻ പറയുന്നത് തെറ്റാന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് സക്സസ് ആവും. അത്രേ ഉള്ളൂ കാര്യം. 2 റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ. എന്നെ എന്റെ വീട്ടുകാർ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചിട്ടുള്ളൂ പണ്ട്. അതായത് അവര് പഠിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് തന്നെ പോയി. എനിക്ക് ക്ലേ മോഡലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പഠിക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് എല്ലാം മാറ്റി വയ്ക്കേണ്ടി വന്നു. ഞാൻ അച്ഛനെ കാണാതെ തന്നെ ക്ലേ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വരയ്ക്കുന്നതെല്ലാം വീട്ടുകാർ കാണാതെയാണ് ചെയ്യുന്നത്. പക്ഷെ പഠിക്കുന്ന ടൈമിലായതുകൊണ്ട് അവരെ സമ്മതിച്ചിട്ടില്ല, പിന്നെ അതങ്ങ് പോയി. എന്തായാലും ഇതൊരു നല്ല തുടക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അഭിലാഷിന്റെ പോലെ ഒരുപാട് പേര് ജോലിയൊക്കെ ചെയ്ത് ജോലിയുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ജോലി നിർത്തിയിട്ട് ആർട്ടിനോട് പാഷനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ കൂടുതൽ പേര് റിട്ടയർഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഇപ്പൊ അഭിലാഷിന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താ പറയാനുള്ളത്? പറയാനുള്ളത് പാഷൻ ഫോളോ ചെയ്യുക, അതൊന്നും നാളത്തേക്കൊന്നും മാറ്റിയിരിക്കാതിരിക്കുക എന്ന് തന്നെ പറയാനുള്ളത്. മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടായി എന്ന് ഒരിക്കലും ചിന്ത തരത്തില്ല. നമുക്ക് നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേട് നമുക്ക് ഇതിൽ വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആർക്കും. അതായത് നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ മീറ്റിങ്ങും വീക്ക്ലി മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അവരൊരിക്കലും ഒരു മിസ് ചെയ്യാൻ നോക്കത്തില്ല, ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് സാറിന്റെ പോസിറ്റീവ് എനർജി ഉണ്ട് സാറിന്റെ സൈഡിൽ നിന്ന്.
യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത റിവാർഡൊക്കെ വരുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത റിവാർഡ് ആവുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് 1-to-1 ഇരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കും എന്തായി നമ്മുടെ ഗോള്, ഏത് സ്റ്റെപ്പിലായി. അപ്പൊ എനിക്ക് അടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് മൊത്തം സംസാരിച്ചത് പ്യുവർ ബേസിക് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റാർട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റാർട്ട് മാത്രമായിട്ട് കാണാം. പിന്നെ നമ്മൾ കുറേ ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് നമ്മൾ ഇരുന്ന് ചിന്തിക്കുക, അതൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ചെയ്യട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ട്. പിന്നെ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് സപ്പോർട്ട് എടുക്കുക. ഗ്രൂപ്പിന്റെ അകത്ത് ഇതുപോലെ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ടൂളുകൾ മാറി മാറി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഇൻപുട്ട് നമുക്ക് കിട്ടും. എന്തായാലും കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്.